ഹായ് ഹലോ. ഇന്ന് നമുക്കൊരു ചേമ്പിൻ തട പുളുങ്കറി ഉണ്ടാക്കാം. നമ്മുടെ അവിടെയൊക്കെ ചേമ്പിൻ്റെ കയ്യെ പറയുന്നത് ചേമ്പിൻ തട എന്ന് പറയും. പിന്നെ വാഴയുടെ പിണ്ടിയെ നമ്മൾ പറയും വാഴത്തട എന്നും പറയും. അപ്പോൾ രണ്ട് ചേമ്പിൻ്റെ തടയാണ് ഞാൻ എടുത്തേക്കുന്നത്. നമുക്ക് ഈ രീതിയിൽ നമുക്ക് ഉരിച്ചെടുക്കാവുന്നതാണ്. അതല്ലെങ്കിൽ നമുക്ക് കത്തി ഉപയോഗിച്ച് ഇങ്ങനെ അരിഞ്ഞും എടുക്കാവുന്നതാണ്. ഏത് രീതിയിലാണ് നമുക്ക് ചെയ്യാം. പിന്നെ ഈ രീതിയിൽ നമുക്ക് കട്ട് ചെയ്ത് നീളത്തിന് അരിഞ്ഞിടാം. കണ്ടോ, കാണുമ്പോഴത്തേക്ക് നല്ല നീളത്തിനായിരിക്കണം, എന്നൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്, അല്ല പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടായിട്ടല്ല. അപ്പോൾ ആ രീതിയിൽ കട്ട് ചെയ്ത് കഴുകി നമ്മൾ പാത്രത്തിലേക്ക് കഴുകി എടുത്തപ്പോൾ ഏകദേശം ഒരു വലിയ വട്ടപാത്രത്തിൽ നിറച്ചുണ്ടായിരുന്നു. ഇനി ഇത് നമ്മൾ പാത്രത്തിലേക്ക് ഇത് പകർന്ന് ഉപ്പ് ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് അടച്ച് വെച്ചാൽ മതി. അടച്ച് വെച്ച് വരുമ്പോഴേക്ക് ഈ ഒരു ശകലം പുളിയെ നമ്മൾ നേരത്തെ ഇച്ചിരി വെള്ളത്തിൽ മുക്കി വയ്ക്കണം. അപ്പോഴേക്ക് ചേമ്പിൻ്റെ തട ഒന്ന് വെന്ത് അങ്ങ് ഒതുങ്ങും. കണ്ടോ, നിറച്ചുണ്ടായിരുന്നത് കുറേ അങ്ങ് ഒതുങ്ങി വെന്ത് കുറഞ്ഞു അളവിൽ. അപ്പോഴേക്ക് ഇത്തിരി മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുമ്പോൾ പുളി ഇവിടെ റെഡി. പുളി നന്നായിട്ട് ഞവടി എടുക്കുമ്പോഴത്തേക്ക് പുളി കുറച്ച് നേരത്തെ ഇട്ടാലേ ഇത്രയും നല്ല ഇതായിട്ട് ഇളകി വരുള്ളൂ. അപ്പോൾ പുളി ഒഴിഞ്ഞ് പുളിയും ഉപ്പും ഒക്കെ ഇതിലങ്ങ് പിടിക്കണം, ഈ കഷ്ണത്തിലേ നന്നായിട്ട് പിടിക്കണം. അപ്പോൾ കുറച്ച് തിളച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇടുന്നതായിരിക്കും നല്ലത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇത് വെന്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ സാമ്പാർ പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, പിന്നെ കായമൊക്കെ ഒന്നുകൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കുമ്പോഴത്തേക്ക് വെള്ളം കുറയണം. നമുക്ക് കുറച്ച് വെള്ളവും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് ഇതൊന്ന് വേകണം. വെന്തതിന് ശേഷമാണ് പിന്നെ ഉപ്പ് നോക്കണം. ഉപ്പുകൂടെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നോക്കിയില്ലെങ്കിൽ അതിൻ്റെ പാകത്തിന് നമുക്ക് കിട്ടത്തില്ല. ഞാൻ വീണ്ടും ഉപ്പിട്ടതിന് ശേഷം നോക്കിയപ്പോൾ ഓക്കെ. പിന്നെ അത് താളിക്കുകയാണ്, അല്ലെങ്കിൽ കടുക് വറുക്കുകയാണ്. കടുക് വറുക്കുക എന്നത് ആ സെയിം പാത്രം തന്നെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പകർന്ന് വെച്ചിട്ട് അതിൽ കടുക് ഇട്ട് പൊട്ടിച്ച് കുറച്ച് ഒരു 5-6 ഉലുവയും കൂടെ ഇട്ട് കൊടുത്ത് പിന്നെ വറ്റൽമുളക് കീറി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ചെറുള്ളി ഇടണം. ചെറുള്ളി ഇട്ട് കടുക് വറുക്കുന്നത് നല്ല മണമായിരിക്കും. അത് സാമ്പാറിനായിരുന്നാലും ഈ പറഞ്ഞതുപോലെ നമ്മളെ പുളുങ്കറി പോലുള്ളതിനുമൊക്കെ ആണെങ്കിലും ചെറുള്ളി ഇട്ട് കടുക് വറുക്കുന്നത് നല്ല രുചികരമാണ്, മണവുമാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ കറിവേപ്പില ഇല്ലായിരുന്നു. ഞാൻ നോക്കിയപ്പോൾ മുറ്റത്ത് നിന്ന് മുരിങ്ങയുടെ ഇല, മുരിങ്ങയില പിള്ളേർ അല്ലെങ്കിലേ കഴിക്കത്തില്ല. ഈ രീതിയിലൊക്കെ ആകുമ്പോൾ കുറച്ചൊന്ന് ഉള്ളിലോട്ട് പോകുമല്ലോ. അപ്പോൾ പകർന്ന് വെച്ചിരുന്ന പുളുങ്കറി എടുത്തൊഴിച്ചു. കുറച്ചുകൂടെ ഒന്ന് അടച്ച് വെച്ച് ചൂടാറാൻ വേണ്ടിയിട്ട് ഒന്ന് തിളയ്ക്കാനായിട്ടാണ് വെച്ചത്. അപ്പോഴേക്ക് അച്ഛൻ വന്നു. അച്ഛനും എനിക്ക് മാത്രമാണ് ഇന്ന് ചോറെടുക്കുന്നത്. മോൾക്ക് എടുക്കുന്നുണ്ട്. അവൾ അപ്പം കഴിച്ചിട്ട് പിന്നെ കഴിക്കാമെന്നും പറഞ്ഞിട്ട് പിന്നീടാണ് വന്നത്. ഇന്ന് നമുക്കുള്ളതെന്ന് പറഞ്ഞാൽ പപ്പടത്തോരൻ, മാങ്ങ അച്ചാർ റെഡിമെയ്ഡായിരുന്നു. മാങ്ങ അച്ചാർ, പിന്നെ മീൻ നന്നായിട്ട് പൊരിച്ചത് ഉണ്ടായിരുന്നു. എനിക്കിന്ന് കിട്ടിയത് കൊഴിയാള മീനായിരുന്നു. അവിടെ അവൾക്ക് തോരൻ വേണ്ടാമെന്നും പറഞ്ഞിട്ട് എനിക്ക് കൊണ്ട് തരികയാണ്, പപ്പടത്തോരൻ വേണ്ടാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ കൊഴിയാള മീനായിരുന്നു, അതും ഉണ്ടായിരുന്നു, ചെറിയ കൊഴിയാള. അത് പൊരിച്ചതും പിന്നെ നമ്മുടെ ഈ പറഞ്ഞ പുളുങ്കറി. അപ്പോൾ നമ്മുടെ പുളുങ്കറിയുടെ എൻട്രിയാണ്. മീൻ വറുത്തത് വെച്ച് കഴിഞ്ഞ് നല്ല പാൽച്ചേമ്പിൻ്റെ അതിൻ്റെ കഷ്ണങ്ങളെല്ലാം നന്നായിട്ട് ഉടച്ച് നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റും. നല്ല ടേസ്റ്റുമാണ്. ഭയങ്കര ഒരു പ്രത്യേക രുചിയാണ്. ഇത് പഴയ കാലത്ത് സാധാരണ എല്ലാ വീടുകളിലും വയ്ക്കുന്ന ഒരു കറിയാണ്, പെട്ടെന്നുണ്ടാകുന്ന. അച്ഛന് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഞാനും അച്ഛനും ഇരുന്ന് കഴിച്ചു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് കൊടുക്കുക, കമൻറ്റ്, സബ്സ്ക്രൈബും ചെയ്യുക. ഓക്കെ.